ഓസ്ട്രേലിയക്കെതിരായ രണ്ടാമത്തെ ഏകദിന മത്സരത്തിലും ഇന്ത്യക്ക് തോൽവി. അഡലേഡിൽ നടന്ന മത്സരത്തിൽ 2 വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത്. 22 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസാണ് എടുത്തത്. തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ശുഭ്മാൻ ഗില്ലിന് നഷ്ടമായി. 9 പന്തിൽ വെറും 9 റൺസ് മാത്രമാണ് ഗിൽ എടുത്തത്. തുടർന്ന് വന്ന വിരാട് കോഹ്ലി 4 പന്തിൽ റണ്ണൊന്നും എടുക്കാതെ LBW ആയിട്ട് പുറത്തായി. എന്നാൽ രോഹിത് ശർമ്മ ഒരറ്റത്ത് പിടിച്ചു നിന്നു ഇന്ത്യയുടെ സ്കോർ ഉയർത്തി. ശ്രേയസ് അയ്യരും കൂട്ടായെത്തിയതോടെ മികച്ച ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ഇരുവർക്കുമായി. 97 പന്തിൽ 73 റൺസ് രോഹിത് ശർമ്മ എടുത്തപ്പോൾ ശ്രേയസ് അയ്യർ എടുത്തത് 77 പന്തിൽ 61 റൺസാണ്. തുടർന്ന് വന്ന അക്സർ പട്ടേലും മികച്ച രീതിയിലാണ് ബാറ്റ് വീശിയത്. 41 പന്തിൽ അദ്ദേഹം 44 റൺസ് എടുത്തു. എന്നാൽ KL രാഹുൽ നിരാശപ്പെടുത്തി. 15 പന്തിൽ 11 റൺസ് മാത്രമാണ് രാഹുലിന് എടുക്കാനായത്. വാഷിംഗ്ടൺ സുന്ദർ 14 പന്തിൽ 12 റൺസ് എടുത്തു. നിതീഷ് കുമാർ റെഡ്ഡിയും പെട്ടെന്ന് പുറത്തായി. 8 റൺസ് മാത്രമാണ് എടുത്തത്. വാലറ്റത്ത് ഹർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും ചേർന്ന ഒരു കൂട്ടുകെട്ടാണ് ഇന്ത്യ ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. ഹർഷിത് റാണ 18 പന്തിൽ 24 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ ഹർഷ്ദീപ് സിംഗ് 14 പന്തിൽ 13 റൺസ് എടുത്തു. മുഹമ്മദ് സിറാജ് റണ്ണൊന്നും എടുക്കാതെ പുറത്താകാതെ നിന്നു. അങ്ങനെ ഇന്ത്യ 264ലേക്ക് എത്തി. ഓസ്ട്രേലിയക്ക് വേണ്ടി ആദം സാംബ 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ബാട്ട്ലറ്റ് 3 വിക്കറ്റ് വീഴ്ത്തി. മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ സ്കോർ ബോർഡിൽ 30 റൺസ് എടുത്തപ്പോഴേക്കും മിച്ചൽ സ്റ്റാർക്കിന് നഷ്ടമായി. 11 റൺസാണ് എടുത്തത്. ട്രാവിസ് ഹെഡ് 28 റൺസ് എടുത്ത് മടങ്ങി. എന്നാൽ മാറ്റ് ഷോട്ട് ഒരു മികച്ച ഇന്നിംഗ്സുമായി കളം നിറഞ്ഞു. ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറും മാറ്റ് ഷോട്ട് തന്നെയാണ്. 78 പന്തിൽ 74 റൺസാണ് എടുത്തത്. മാറ്റ് റൺഷോ 30 റൺസ് എടുത്തു. അലക്സ് ക്യാരി 9 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ കൂപ്പർ കൊണോലി 53 പന്തിൽ 61 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിംഗ്സ് ആണ് ഓസ്ട്രേലിയ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് പറയാം. മിച്ചൽ അവൻ 36, ബാട്ട്ലറ്റ് 3, മിച്ചൽ സ്റ്റാർക്ക് 4, ആദം സാംബ 0 എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ. 46.2 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ 265 റൺസിലെത്തി. ഇന്ത്യക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദറും ഹർഷിത് റാണയും ഹർഷ്ദീപ് സിംഗും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ മുഹമ്മദ് സിറാജും അക്സർ പട്ടേലും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ രണ്ടാമത്തെ മത്സരവും തോറ്റതോടെ പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. ഇനി ഒരു മത്സരം കൂടിയാണ് ഈ ഒരു പരമ്പരയിൽ ബാക്കിയുള്ളത്.